അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അന്ന് ഗൾഫിൽ അതാ നവാസും ഭാര്യയും മക്കളും യാത്രയിലായിരുന്നു. ഫസീല നവാസിനോട് പറഞ്ഞു, ഇക്ക. എന്തടി? ഇക്ക, പിന്നുണ്ടല്ലോ, നമുക്ക് നാട്ടിലേക്ക് പോയാലോ? എന്താ നിനക്ക് പെട്ടെന്നൊരു നാട്ടിലേക്ക് പോകാൻ കൊതി? അല്ലിക്ക, ഒന്നുമല്ല, കുഞ്ഞിനെ നമ്മൾ കണ്ടില്ലല്ലോ. കുഞ്ഞിനെ കാണാതെ എന്തെന്നറിയില്ല. അതെ, നുസി ഫോട്ടോ ഒക്കെ അയച്ചു തന്നിരുന്നു. പക്ഷേ എങ്ങനെയായാലും കുഞ്ഞിനെ ഒന്ന് എനിക്ക് വാരി പുണരാൻ തോന്നുകയാണ്. സത്യമായിട്ടും നമ്മുടെ മക്കളൊക്കെ വലുതായില്ലേ? ആ, അതൊക്കെ ശരി തന്നെയാണ്. എന്തേക്ക നിങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞുണ്ടായിട്ടും നിങ്ങൾക്ക് കാണാൻ കൊതി തോന്നുന്നില്ലേ? ആര് പറഞ്ഞു കാണാൻ കൊതി തോന്നുന്നില്ല? എനിക്ക് കാണാനൊക്കെ കൊതി തോന്നുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴേ ഇക്ക, എന്ത് പ്രശ്നം? നമുക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകാം. അന്ന് ഉംറക്ക് വന്നിട്ട് ഇവിടെ അങ്ങ് കൂടിയെന്നല്ലാതെ നമ്മൾ പുതിയ വീട്ടിലും ശരിക്ക് താമസിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അതിപ്പോൾ എവിടെയായാലൊക്കെ കണക്ക് തന്നെയല്ലേ. എന്താ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണം എന്നാണോ നീ പറയുന്നത്? അല്ലേക്ക, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ കൂടെ സൗദി ആയിരുന്നല്ലോ ജീവിച്ചിരുന്നത്. ഇപ്രാവശ്യം ഞാൻ എല്ലാം പഠിച്ചോൻ്റെ ഓരോ കളികൾ തന്നെ അല്ലേ. നമ്മൾ എന്താ വേണ്ടത് ഇനി? നമുക്ക് നാട്ടിലേക്ക് പോവാം കേട്ടോ. എന്തിന് നാട്ടിലേക്ക് പോയിട്ട് എന്തിനാ? മറ്റുള്ളവരുടെ മുഖം കാണാനോ? ഇക്ക അങ്ങനെ പറയല്ലേ. എന്തായാലും ഇക്ക കല്യാണം കഴിച്ച പെണ്ണെന്നല്ലേ അവള്. അപ്പം പിന്നെ ഇക്ക ചെയ്യുന്നത് ശരിയല്ലോ അല്ലല്ലോ, നീതിയല്ലല്ലോ. രണ്ട് ഭാര്യമാരുണ്ടെങ്കിലേ രണ്ട് പേരെയും ഒരുപോലെ നോക്കിയില്ലെങ്കിലേ ഒരു ഭാഗം ചെരിഞ്ഞവനായിക്കൊണ്ടായിരിക്കും മഷറയിലേക്ക് വരിക. ഫസില, അതൊക്കെ എനിക്കറിയാം. എനിക്ക് അറിയായിട്ടല്ല, ഞാൻ നോക്കായിട്ടുമല്ല. ഇപ്പോഴും നല്ല രീതിയിൽ അവർക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. വിളിക്കണില്ല, പറയണില്ല, അത് ശരി തന്നെയാണ്. പക്ഷെ ഓലെ സ്വഭാവം കാട്ടിക്കൂട്ടലുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കി തന്നെയാണ്. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ ഒരിക്കലും നിന്നെ ഒരു കണ്ണും കൊണ്ട് മറ്റൊരു കണ്ണുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. അത് എൻ്റെ ജീവിതത്തിലേക്ക് അവൾ വന്നിട്ട് അവളെ നോക്കിയിട്ടേ ഉള്ളൂ. ഞാൻ ഒരിക്കൽ പോലും അവളെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല, ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അവൾക്ക് വേണ്ടതെല്ലാം അവൾക്ക് വേണമെന്നല്ല, അവളുടെ വീട്ടുകാർക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും വേണ്ടതെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഒരിക്കലും അവർ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. സത്യമായിട്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇക്ക, എന്നാൽ പിന്നെ എന്താ ഇങ്ങനെ? എന്തെങ്ങനെ? അവർ ചെയ്യണതിനനുസരിച്ച് ഞാനിങ്ങനെ പിന്നാലെ നടക്കണം എന്നാണോ ഈ പറയണത്? അത് ഇനി നവാസിന് കിട്ടൂല. നവാസിനെ മടുത്തിക്കണ്. നിങ്ങളൊക്കെ ഓരോ കാട്ടിക്കൂട്ടിലോണ്ട് ഇടങ്ങാറേക്കണ്. ഇക്ക പ്ലീസ്, ഇനി പഴയത് പറയില്ലേ നിങ്ങൾ. ഞാൻ എൻ്റെ മാപ്പ് പറഞ്ഞതല്ല, ഞാനതല്ല പറഞ്ഞത്. ഇനി അങ്ങനെ പോണക്ക് പോകാം. ഇനിയോ നവാസ് തേടി തെരഞ്ഞു വരില്ല. കഴിഞ്ഞ പ്രാവശ്യം നിന്നെ വിളിച്ചു വരുത്തിയത്, നിന്നെ ഈ രീതിയിലാക്കിയെടുത്തത് ആരാ? ആയിഷുമ്മയും ഷമ്മാസും അല്ലേ? ഞാനല്ലല്ലോ. ഇക്ക നിങ്ങൾ അല്ല, ഞാനല്ല. ശരിയാണ്, എൻ്റെ ഉമ്മാൻ്റെ മനസ്സിനുള്ളിലെ ആ ഒരു വേദന കൊണ്ട്. കാരണം എൻ്റെ പൊന്നു മക്കളെ വിചാരിച്ചിട്ട് ഞാനും നീയും ഒരുമിക്കണമെന്ന് ഉമ്മയുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എൻ്റെ ഉമ്മ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതും നിന്നെ കണ്ടുപിടിച്ചതും ഒക്കെ ഈ നിലയിൽ അൽഹംദുലില്ലാ ആയി തീർന്നു അല്ലേ? സത്യമായിട്ടും അതെ, അത് ഉമ്മ തന്നെയാണ്. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ഷാമോനും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടിക്ക. സത്യമായിട്ടും അതാ, ഞാനൊന്നിനും പോയിട്ടില്ല. പക്ഷേ എൻ്റെ ഉമ്മ എന്നെ ഇങ്ങനെ കാല് പിടിച്ച് പറഞ്ഞു, പൊന്നു മോനെ ഇങ്ങനെയൊക്കെയാണ് സംഭവം. അങ്ങനെ അതുകൊണ്ടല്ലേ ഞാൻ വന്നതും ഒക്കെ ഇങ്ങനെയൊക്കെ ആയത്. എന്നാൽ എല്ലാവരും തുടരെ എന്നെ ഇങ്ങനെ മക്കാറാക്കുമ്പോഴേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും ഒരു വേദനകളുണ്ട്. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ തിരിഞ്ഞു നോക്കാൻ തോന്നിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സൗദിയെ ഞാൻ തിരിഞ്ഞു നോക്കാത്തത്. അല്ലാതെ അവൾ എൻ്റെ ഭാര്യ അല്ലായിട്ടും ഒന്നുമല്ല. ഇക്ക, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എന്തായാലും പുതിയൊരു ജീവിതം ഉണ്ടാകണം. നമുക്ക് നാട്ടിലേക്ക് പോവുക. എനിക്ക് കുഞ്ഞിനെ കാണാൻ വല്ലാതെ ആഗ്രഹമുണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഉമ്മയെയും ഒക്കെ കാണണം. സൗദിയെ തിരിച്ച് കൊണ്ടുവരണം. ഓള് വീട്ടിലാണോ എവിടെയാണ് ഒന്നൊന്നും അറിയില്ല, സുഖമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എവിടെയാണെങ്കിലും സൗദിയെ കൊണ്ടുവരണം. ഇക്ക, എനിക്കൊരു ദിവസമാണെങ്കിൽ സൗദക്കും അതേ ദിവസം നിങ്ങൾ കൊടുക്കണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. എന്നാൽ നവാസ് ഒന്നും മിണ്ടയില്ല. അതെ, തോന്നുമ്പോൾ ഇറങ്ങിപ്പോവുകയും തോന്നുമ്പോൾ ഇഷ്ടം പോലെ കാട്ടുന്നതിന് ചെയ്യുന്നവർക്കൊന്നും എന്നെ കിട്ടൂല. ഇനി എല്ലാവർക്കും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഒരുത്തിന് ഞാൻ തിരിഞ്ഞു നോക്കൂല. അത് ആരാണെങ്കിലും ശരി. എൻ്റെ ഉമ്മ പറയുന്നുണ്ട് അവളെ തിരിച്ചെടുക്കാനും കൊണ്ടുവരാനൊക്കെ.
ഞാൻ അവളെ വിളിക്കാറില്ല. എത്ര ദിവസമായി വിളിച്ചിട്ട്. എൻ്റെ കുഞ്ഞിനെ പോലും ശരിക്കും ഞാൻ കണ്ടിട്ടില്ല. കാരണം മനസ്സിനുള്ളിൽ ഓരോ ഇടങ്ങാറാണ് എല്ലാം കൂടി ആലോചിക്കുമ്പോൾ. ശരിക്കും നവാസ് ആകെ ടെൻഷനാണ്. ഫസീല, നീയും മക്കളും നാട്ടിലേക്ക് പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇക്ക, അതെന്താ അങ്ങനെ? അല്ല, എനിക്ക് അല്പം ബിസിയുണ്ട്, നിങ്ങൾ പോയിക്കോളേ. നിങ്ങൾ കുട്ടിയെ കാണുകയോ ഈയും സൗദി ഒരുമിച്ച് ജീവിക്കുകയും എന്താ ചെയ്തോളി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ. ഇക്ക, എന്ത് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്കും കുഞ്ഞിനെ കാണാൻ ആഗ്രഹമില്ലേ? കുഞ്ഞിനെ കാണാനൊക്കെ ആഗ്രഹമുണ്ട്. ഏതായാലും എൻ്റെ ഉമ്മാൻ്റെ അടുത്തല്ലേ കുഞ്ഞ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഉമ്മ എന്നെ നോക്കിയതല്ലേ, അതുപോലെ എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോളും. ആ കാര്യത്തിലൊന്നും എനിക്ക് വിഷമമില്ല. അല്ലെങ്കിലും ഈ രണ്ട് മക്കളെയും എൻ്റെ ഉമ്മ തന്നെ നോക്കിയിരുന്നല്ലോ, അതൊന്നും. എന്നാൽ അത് കേൾക്കുമ്പോൾ ഫസീലയ്ക്ക് വല്ലാത്ത വിഷമാവും. കാരണം ഇടയ്ക്കിടെ നവാസ് പഴയ കാര്യങ്ങളിലേക്ക് ഉഴുന്നിറങ്ങുന്നു, അതിനെക്കുറിച്ച് പറയുന്നു. ഇക്ക, അതെ, എൻ്റെ ഉമ്മ ഇവരെ നോക്കി വളർത്തിയതാണ്. എൻ്റെ ആ കുഞ്ഞിനെ നോക്കി വളർത്തിക്കോട്ടെ. ഉമ്മമാർക്ക് മക്കളോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എന്താ ചെയ്യാം? എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ എല്ലാവർക്കും സഹായം ചെയ്തിട്ടുള്ളൂ. അതെ, അതൊക്കെ തിരിച്ചടിയാവും. ഇപ്പോഴും എൻ്റെ റീമൽ മാൾ ഷോപ്പിൻ്റെ മുഴുവൻ കിട്ടുന്ന റവന്യൂ ഒക്കെ ഇതാ പോകുന്നത് സൗദിയുടെ അക്കൗണ്ടിലേക്കാണ്. അതൊന്നും ഞാൻ ഇപ്പോഴും കണക്ക് കൂട്ടിയിട്ടില്ല. കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. എത്രയോ നല്ല വരുമാനമുള്ള ഷോപ്പും കാര്യങ്ങളും നടക്കുന്നത്. പക്ഷെ അതൊന്നും ഞാനിങ്ങോട്ട്, നമുക്ക് വേറെ ഉണ്ടല്ലോ, അത് മതിയല്ലോ. അവർ സുഖമായി ജീവിക്കട്ടെ, ഇനി അവർ ഫാമിലി വേണമെങ്കിൽ അത് എടുത്തോട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ എതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത് കൊടുത്ത് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് ഒരു തലയിൽ കയറുകയാണ്. ആ, എന്തായാലും വേണ്ടിയില്ല, ഈ പോയിക്കോ, ഈ മക്കളും. ശരിക്കും അത് ഫസീലക്ക് വല്ലാത്തൊരു തിരിച്ചടിയായി. ഇക്ക, നിങ്ങൾ ഇല്ലാതെങ്ങനെ? അതിനെന്താ, നിനക്ക് ഉമ്മയും ഉപ്പയും അവിടെ ഉണ്ട്, വീടുണ്ട്, നിൻ്റെ ആങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. എന്തായാലും നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്കിപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, വരും, നിന്നെയും മക്കളെയും ഞാൻ കയറ്റി വിട്ട് തരാം 2 ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ. ഞാൻ ടിക്കറ്റ് എടുക്കാം. ഇക്ക, ഒരുമിച്ച് പോവാം. അല്ല, എനിക്ക് അത്യാവശ്യം കുറച്ച് പണി തീർക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെല്ലി കുട്ടീനെയൊക്കെ കണ്ടോളി, കളിപ്പിച്ചോളി. ഇവരെ അനിയൻ തന്നെയല്ലേ. എന്നാൽ മക്കൾ പറഞ്ഞു, ഉപ്പച്ചി വരുന്നില്ലേ? ഉപ്പച്ചി വരുന്നെങ്കിൽ ഞങ്ങൾ കുഞ്ഞാവയെ കാണാൻ പോട്ടോ, കുഞ്ഞാവ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾ കുഞ്ഞാവല്ലേ. ശരിയാണ്, ഉപ്പച്ചിൻ്റെ കുട്ടി തന്നെയാണ് അതും, നല്ലോണം നോക്കിക്കൊണ്ടിട്ടോ. എന്നാൽ മക്കൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അതെ, ഉമ്മച്ചി നമുക്ക് പോവാം, ഉപ്പച്ചി പിന്നെ വന്നോളൂ. മക്കളെ, ഉപ്പച്ചി ഇല്ലാതെ എങ്ങനെ നമ്മൾ പോവുക? അതിനെന്ത് ഉമ്മച്ചി, ഉപ്പച്ചി വന്നോളെങ്കിൽ കുഞ്ഞാവയെ കാണണം. അതെ, മക്കൾ വല്ലാതെ വാശി പിടിക്കുകയാണ്. ഫസീല പറയുന്നത് കേട്ടില്ലേ, നീ പോയിക്കോ, നീയും മക്കൾക്കും നിനക്കുള്ള ടിക്കറ്റൊക്കെ ഞാൻ എടുത്തു തരാം, നിങ്ങൾ പോയിക്കോ, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. ഞാൻ ഇപ്പോൾ കൊണ്ട് വന്നിട്ട് എന്താ, എനിക്ക് ഇടങ്ങാറാനാവില്ല, എനിക്ക് കാണാൻ കഴിയില്ല, ഒക്കെ ഒന്ന് ശരിയാവട്ടെ, എന്നിട്ടൊക്കെ വരാം. ശരിക്കും നവാസിന് മടുത്ത പോലെയായിരുന്നു ജീവിതം തന്നെ. അതെ, മക്കളൊക്കെ ഉണ്ടായതിന് ശേഷം ഉമ്മമാരിങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടും. പിന്നെ ഇപ്പം എന്താ കഥ? നവാസ് ശരിക്കും സങ്കടത്തോടെയാണത് പറഞ്ഞത്. എന്നാൽ ഫസീല അത് ശരിവെച്ചു. എങ്കിലും നവാസ്ക പോരാത്തത് കൊണ്ട് അവൾക്ക് നല്ല സങ്കടം ഉണ്ടായി. നമുക്ക് പർച്ചേസിങ്ങിനൊക്കെ പോകാം, വീട്ടിലേക്കുള്ള സാധനങ്ങളും എല്ലാം കുറച്ച് അധികം എടുക്കാം. അങ്ങനെ അത് ഫസീലയും മക്കളും എല്ലാവരും കൂടെ പർച്ചേസിങ്ങിന് പോകുന്നു. പക്ഷേ ഫസീലയ്ക്ക് ഇക്ക വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിന് വിഷമം. ഇക്ക, നിങ്ങൾ പോരിക്ക. എന്തിനാ പെണ്ണ ഞാൻ, നിനക്ക് അവിടെ എല്ലാവരും ഇല്ലേ? പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം, ഇപ്പം തന്നെ ഞാൻ വരുന്നില്ല. വാവയെ കാണണ്ടേ? കുഞ്ഞിനെ കാണാം, കുഞ്ഞവിടെ സുരക്ഷിതമാണല്ലോ. കുഞ്ഞിനെ ഫോട്ടോയിലൂടെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നേരിട്ട് കാണാം ഇൻഷാ അല്ലാ. കുറച്ച് ദിവസം കഴിയട്ടെ, നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ പോയി കുഞ്ഞിനെയൊക്കെ നല്ലോണം നോക്കിക്കോളി കേട്ടോ മക്കളെ. എന്നാൽ ഉപ്പച്ചിയെ വിട്ടു പോരുന്നതിൽ അവർക്ക് സങ്കടമുണ്ടായിരുന്നു. എന്നാൽ അതിലേറെ അവർക്ക് സന്തോഷമുള്ളത് ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞുവാവ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. എന്നാൽ നുസൈബയുടെ കുഞ്ഞും സൗദിയുടെ കുഞ്ഞും 2 കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നുള്ള സന്തോഷവും അവർക്കുണ്ട്. അതെ, 2 വാവകളുണ്ട് കേട്ടോ. ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. നിനക്ക് ഇതിനെ ഇഷ്ടം? എനിക്ക് ആൺകുട്ടിയെ മതി. മോൾ പറഞ്ഞു, എനിക്ക് പെൺകുട്ടിയെയും മതി, നമുക്ക് കളിക്കാം അല്ലേ? അതെ, അവർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഉപ്പച്ചി കുഞ്ഞാവക്ക് വേണ്ടി ഡ്രസ്സുകൾ എടുക്കണ്ടേ? ആ, എടുത്തോ ഫസീല, ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒരുപോലെ എടുത്തോ. ആ, പിന്നെ അവിടെ നമ്മളെ ഉസ്താദ് ഉണ്ടല്ലോ, ഉസ്താദിൻ്റെ മോൾക്കുള്ളത് നമ്മുടെ മോളെ കുറച്ച് അത്ര ഉണ്ടാവില്ല, കുറച്ചും കൂടി താഴ്ന്ന കുട്ടിയാണത്. അവളെ ഒരു സൈസ് കുറച്ചിട്ട് ഉസ്താദിനെ മോൾക്ക് എടുത്തു കേട്ടോ. മറക്കണ്ട, കാരണം അവർക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ടത്. അവരൊക്കെ നല്ല ആത്മാർത്ഥതയുള്ള സ്നേഹമുള്ള
അവരൊക്കെ ജീവിതം അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ സ്നേഹിക്കുന്ന പോലെ പഠിച്ചവൻ വേഗം കൊണ്ടുപോകും. പാവമാണ് അവർ. ആ കുട്ടിയുടെ ഉമ്മ മരണപ്പെട്ടു പോയി. എന്നാലും ഇപ്പോൾ വീട്ടിൽ ജോലിക്ക് നിന്നത് സെമീറയെ കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ നല്ല ഭാഗ്യമാണ്. ഏതായാലും അവരുടെ ഡെലിവറി ഏകദേശമൊക്കെ അടുത്ത് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. ഏതായാലും നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വരാം. എന്നാൽ അതാ നവാസ് ഉമ്മയെ വിളിക്കുന്നു. ഹലോ, ആ മോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ള. ഉമ്മ, ആ എന്താടാ? മറ്റന്നാളെ ഇവരങ്ങോട്ട് വരുന്നുണ്ട്. ആര്? അല്ല, ഫസീലി മക്കളെ. അപ്പം നീയേ? ഞാൻ കുറച്ച് കഴിയട്ടെ. എന്താ മോനമ്മാൻ്റെ കുട്ടീനെ പോന്ന ആൾ ഇനിയിപ്പോൾ എന്താ അവിടെ അങ്ങനെ നിൽക്കണത്? എത്ര വയസ്സായി? ആ കുട്ടീനെ പോലെ ഇച്ച് കണ്ടിട്ടില്ലല്ലോ. ഓളാണെങ്കിൽ പെറ്റിച്ച് നിൽക്കല്ലേ. ഒന്ന് വന്ന് പോയിക്കൂടെ? അതെ, ഉമ്മാക്ക് ആഗ്രഹം മറ്റൊന്നുമല്ല, സൗദയും നവാസിനെയും എങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. എൻ്റെ പൊന്നാര കുട്ടിയെ, ഒന്ന് വന്ന് പൊയ്ക്കടാ. ഒരു മാസം നിന്ന് പൊയ്ക്ക ജയ്. ഉമ്മ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഞാൻ ഫസീലയും മക്കളും വരുന്നുണ്ട്. എന്താ മോനെ ഇനി ഇങ്ങനെ പിണങ്ങി നിന്ന മനുഷ്യന്മാരെ കാര്യമല്ല. എന്ന് കഴിഞ്ഞാൽ അന്ന് കഴിഞ്ഞു. നമ്മളിപ്പോൾ ആരൊക്കെ ഉണ്ടാകുക, എന്താ ഏതാ ഒന്നും അല്ല. എൻ്റെ കുട്ടി പോയിട്ട് കുറച്ചായില്ല. അമ്മാൻ്റെ കുട്ടി കൊണ്ട് പോന്നാളേ ഇവർ പോരുമ്പോൾ കൂട്ടത്തിൽ. ഉമ്മ, ഇപ്പം എനിക്ക് പോരാൻ പറ്റില്ല. കുറച്ച് കച്ചവടമൊക്കെ ഉള്ള ടൈമാണിപ്പോൾ. ഈ ഒരു സമയത്ത് ഞാൻ വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ നഷ്ടത്തിലായിരിക്കും. ഒക്കെ മാനേജ് ചെയ്യാൻ ഞാൻ തന്നെ ഉള്ളുമ്മ. പൊന്നാരെ, വല്ലാത്തൊരു പുതുമ. എൻ്റെ കുട്ടീനെ കാണാൻ പൂതി വെച്ചിരുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചിനെ, പഠിച്ചോനെ എൻ്റെ ഈ പൈതൽ എന്നെ കാണാൻ എൻ്റെ കുട്ടീൻ്റെ ഉപ്പച്ചി എന്നാ വരിക. പാവം. അതാ നവാസിൻ്റെ ആ കുഞ്ഞു മോനെ ഉമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. പഠിച്ചോനെ, ഉമ്മയും ബാപ്പയും ഇല്ലാത്ത കുട്ടീനെ പോലെയാണ്. പക്ഷേ ഇവിടെ പിന്നെ അത് അറിയണില്ല എന്നുള്ള. നുസിയാണെങ്കിലും ഷാമോനാണെങ്കിലും ഞാനും എങ്ങനെയാച്ചാ നോക്കണോണ്ട്. ഏതായാലും പഠിച്ച റബ്ബേ, വല്ലാത്തൊരു ഇടങ്ങാറ് കേട്ടപ്പോൾ. പഠിച്ചോനെ അല്ലാ, എൻ്റെ മോനിപ്പോൾ എന്തി അങ്ങനെ ആയി? ഒന്നാമതും ഈ പെണ്ണുങ്ങളെ കാട്ടിക്കൂട്ടിലോണ്ട് ഇടങ്ങാറയിക്കണോനെ. ഫസീലാണെങ്കിൽ അങ്ങനെ കാട്ടിയപ്പോഴാണെങ്കിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് റബ്ബേ, എൻ്റെ ഓൻ്റെ മനസ്സിൽ കണ്ടൊരു സമാധാനമില്ല. ഏതായാലും വല്ലാത്തൊരു പുതുമ. മോനെ, എന്നാൽ പിന്നെ ഇനി എന്താ വെച്ചാൽ കാട്ടിക്കച്ച്, എന്നാൽ ആക്കും പോലെ വരികയെ കേട്ടാ. എന്നാൽ ഓലെ എപ്പോഴാണ് സമയമൊക്കെ പറയണേ, ഞങ്ങളോട് കൊണ്ടുവരാൻ വരാം എയർപോർട്ടിലേക്ക് കേട്ടാ. ഉമ്മ ഫോൺ വെച്ചു. പടച്ചോനെ, വല്ലാത്തൊരു പുതും. ഞാൻ എൻ്റെ കുട്ടീനെ ഒന്ന് കാണണം. ഈ പൈതലിനൊന്ന് കണ്ടു പോയിക്കൂടെ ഓനക്ക്? എൻ്റെ നവാസിനെ എന്തിൻ്റെ കേടാ ഓനക്ക്? തള്ളയും തന്തി ഇങ്ങനെ കാട്ടിയ പടച്ചോനെ, ഈ കുട്ടി എന്തായി തീരും? ഒന്നുമില്ലെങ്കിൽ അതിന് ഉമ്മാനെപ്പാനും കാണാൻ ഒരു പൂതി. ഇപ്പോൾ ബുദ്ധി വെച്ചിട്ടില്ലെങ്കിലും തള്ളക്കും എന്തൊക്കെ ഉണ്ടാവില്ല. രണ്ടും ഒരു സൈസായിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റോളാണെങ്കിൽ പടച്ചോനെ, എന്താ അപ്പം അത് കാട്ടുക? എല്ലാം കൂടി ഇത് മനുഷ്യന് ഒരു ഇടങ്ങാറാണ്. പഠിച്ചവനെ, എൻ്റെ തടിക്ക് ആവതുള്ളിടത്തോളം കാലിൻ്റെ കുട്ടീനെ ഞാൻ നോക്കും. എൻ്റെ നുസിക്ക് ഇനിയിപ്പോൾ പരീക്ഷ ഇവിടെ തുടങ്ങുകയാണ്, ക്ലാസ്സിനൊക്കെ പോലെ തുടങ്ങുകയാണ്. അല്ല, എന്താ ഇപ്പോൾ കാട്ട്, എനിക്ക് പുടിയരില്ല. എന്നാൽ ഈ സമയം അതാ ഫസീല കുഞ്ഞു മക്കൾക്കുള്ള ഡ്രസ്സുകളെല്ലാം സെലക്ട് ചെയ്യുകയായിരുന്നു. ഇക്ക, നിങ്ങൾ ഉമ്മാനോട് പറഞ്ഞോ? ആ പറഞ്ഞു. ഉമ്മ എന്ത് പറഞ്ഞത്? ഉമ്മ പറഞ്ഞു എന്നോടും വരാൻ. ഉമ്മക്ക് തീരെ പറ്റിയിട്ടില്ല, ഞാൻ വരാക്കണം. ഇക്ക, നിങ്ങൾ പോരിക്ക. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാം. നിങ്ങളൊന്ന് പോയിട്ട് കുട്ടീനെയൊക്കെ നല്ലോണം നോക്കിട്ടോ. ഏതൊക്കെയാവാം. സത്യം പറഞ്ഞാൽ നവാസിന് സമാധാനം തന്നെ നഷ്ടപ്പെട്ടിരുന്നു. അവനക്ക് തീരെ ഒരു എത്രയൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടും പൈസ അയച്ചു കൊടുത്തിട്ടും അവരുടെ ഒരു സ്വഭാവം കാട്ടിക്കൂട്ടലും കണ്ടിട്ട് അവൻ ആകെപ്പാടെ അടങ്ങാറായിരുന്നു. എന്താ റബ്ബേ ചെയ്യുക? ഇങ്ങനെ സ്വന്തം ഭാര്യമാരൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജീവിതം എന്ന് വരെ അവൻ ചിന്തിച്ചു പോകുമായിരുന്നു. അതിൻ്റെ ഇടയിൽ മക്കളും വേഗം എനിക്ക് ആ രണ്ടെണ്ണത്തിലും വേഗമായി. ഏതായാലും എൻ്റെ റബ്ബേ, നീ സമാധാനം കൊണ്ടാ. പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഫസീലയും മക്കളും വാഹനത്തിൽ കയറി. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ നവാസും വന്നു. ഇക്ക, പോയാലോ? പോവാ. ഫുഡ് ഇവിടുന്ന് കഴിച്ച പോരെ? ആ, കൊണ്ടുപോകും, അതാ നല്ലത്. ആ, അങ്ങനെ അതാ അവൻ ഫുഡും പാർസൽ വാങ്ങി നേരെ വീട്ടിലേക്ക് ചെന്നു. നാളെയാണ് അവർ വീട്ടിലേക്ക് പോകുന്നത്, ഫസീലയും മക്കളും. എന്നാൽ നവാസിന് ശരിക്കും പറഞ്ഞാൽ ഉറക്കമില്ലാത്ത പോലെയായിരുന്നു. എന്നാൽ ഈ സമയം ഉമ്മ പറഞ്ഞു, ഷാമോനെ, എന്നെന്തേൻ്റെ കുട്ടി നേരം വൈകി? ഉമ്മ, ഷോപ്പിൽ ലോഡ് ഇറക്കായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ നമ്മുടെ ഫസീലത്താൻ്റെ ആങ്ങളുണ്ടല്ലോ, കുഞ്ഞു, ഓന് നല്ല ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. ഓന് പെട്ടെന്ന് ഞാൻ പറഞ്ഞേക്കലുണ്ട്, പ്രായമായ ഉമ്മ ഇപ്പോൾ ഉള്ളല്ലേ. ഇന്ന് ഞാൻ പറഞ്ഞു, പൊന്നു മോനെ, കണക്കും കാര്യങ്ങളൊക്കെ നോക്ക്, പോലട്ടോ പൊന്നു മോനെ, ഉമ്മാക്കൊന്ന് വിളിച്ച് പറഞ്ഞേക്കെന്ന് പറഞ്ഞു. എടാ, പാവാണ് ആ ഉമ്മയും ബാപ്പയും, അറ്റങ്ങൾ ഇടങ്ങാറാക്കാം. ഒന്ന് ആർത്ത വിട്ടുകൂടി അമ്മാൻ്റെ കുട്ടിക്ക്? അല്ല ഉമ്മ, ഇന്ന് അത്രക്ക് തിരക്കായത് കൊണ്ട് കണ്ടില്ലേ, ഞാൻ ആകെപ്പാടെ വിയർത്ത് കുളിച്ച്
അല്ലാ. ആ മോനെ പിന്നെ ഫസീലും മക്കളെയും വരുന്നുണ്ടല്ലോ. എന്നാൽ ഇനി പോകാൻ നേരം വൈകിയാലും കുഴപ്പമില്ലല്ലോ. ഉമ്മ സത്യമായിട്ടും നവാസ്ക്ക് വരുന്നുണ്ടോ? ശരിക്കും ഷമ്മാസ് ഒത്തിരി സന്തോഷിച്ചു. എൻ്റെ പൊന്നാര മോനെ നവാസ് ഇല്ല. ഓളും കുട്ടികളെ വരണമില്ല. അതെന്താ ഉമ്മ? ഇക്കാതെ കുഞ്ഞിനെ കാണണ്ടേ? ഓന് കുറച്ച് കഴിഞ്ഞിട്ടാണെന്നാ പറഞ്ഞത്. ഏതായാലും പഠിച്ചോന് ഒരു കുഴപ്പമില്ലാണ്ട് എത്തിക്കട്ടെ. ഉമ്മ നവാസ്ക്ക് ഒന്നും കൂടി വിളിച്ചു നോക്ക്. പിന്നെ കുഞ്ഞുൻ്റെ കല്യാണം നോക്കണ്ടേ ഞമ്മക്ക്? ഓന് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു, 24-ാമത്തെ, അടുത്ത 25-നോ എന്തൊക്കെ പറഞ്ഞിട്ടിരുന്നു. തന്നെ മോനെ അത്ര കഴിക്കണ കണ്ടാ തോന്നൂരല്ലേ? അതേ ഉമ്മ, ഇനിയിപ്പോൾ കല്യാണമൊക്കെ നോക്കാനായില്ലേ? അപ്പം നവാസ്കാക്ക് വരേണ്ടതല്ലേ? ആകെയുള്ളൊരു അനിയനല്ലേ? അപ്പോൾ വരേണ്ടതല്ലേ? അപ്പോത്തിനൊക്കെ വന്നോളും. അല്ല ഇനിയിപ്പോൾ പെണ്ണ് കണ്ടുവച്ചിട്ടൊന്നുമില്ലല്ലോ? പെണ്ണ് കണ്ടു വെച്ചിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ പറയൂ ഓനോട്, നല്ല പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കോണ്ടിന്നൊക്കെ. പെട്ടെന്നാണ് ഷമ്മാസിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ഹലോ. ആ ഉസ്താദേ, എന്തേ? ഷമിത്താക്ക് വല്ലതും? അതൊന്നുമില്ലടാ. പിന്നെ എനിക്ക് ഒരു കോള് വന്നിരുന്നു. കോളോ? അല്ലേ, കോയമ്പത്തൂരിൽ അന്ന് നീ നമ്മളെ ഒരു വാഫി അറിയില്ലേ? അറിയാം. എൻ്റെ കൂട്ടുകാരന് വാഫി പെങ്ങളും അവളുടെ പഠനം കഴിഞ്ഞോന്നോ ഒക്കെ പറഞ്ഞു, പെങ്ങളും കൂടെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടത്. അപ്പോൾ നാളെ അവൾക്ക് ഇവിടെ കേരളത്തിൽ കാണാൻ ആഗ്രഹമുണ്ട്. പഠിച്ചത് ഇവിടെയൊക്കെ തന്നെയാണ് തോന്നുന്നു. പക്ഷേ ഒരു ബന്ധമൊന്നുമില്ലല്ലോ, ഫാമിലിയും കാര്യങ്ങളും ഉമ്മയും ഉപ്പയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സഹോദരനുണ്ട്, അതിനെക്കുറിച്ച് അറിയില്ല. ഈ പെങ്ങളും ആങ്ങളും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവളും കുട്ടി വരുന്നുണ്ട്. ഐഷുമ്മാൻ്റെ വർത്താനൊക്കെ പറഞ്ഞപ്പോഴൊക്കെ അത് വല്ലാത്ത ആഗ്രഹമുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു. ആണോ? മാഷാ അല്ലാ, വന്നോട്ടെ. എപ്പോഴാന്നാവല്ലേ? നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു. അവർ ഒരു രാത്രിയായിരിക്കും പുറപ്പെടുക. 6 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുമായിരിക്കും. അതോ ഇനി ലേറ്റ് ആവുമോ അറിയില്ല. അത് ശരി, അങ്ങനല്ലേ. എന്നാൽ ശരി, ഞാൻ പോകട്ടോ. മോനെ എന്താടാ? ഉമ്മ, അത് വാഫിസ്താദും പെങ്ങളും വരുന്നുണ്ടത്രേ. അവളെ കോഴ്സ് കഴിഞ്ഞ് 3 വർഷത്തേന്ന് പറഞ്ഞു. ആണോ? മാഷാ അല്ലാ, നല്ല കുട്ടിയായിരിക്കുമല്ലേ? അവൾ ഡിഗ്രിയുടെ കൂടെ എന്താ മഹദിയ കോഴ്സ്, എന്ത് കോഴ്സ് എടുത്തത് ഇപ്പോൾ? സഹ്റവിയെ എന്തോ അറിയില്ല, എന്തൊരു കോഴ്സാണൊക്കെ തോന്നുന്നത്. ഇസ്ലാമിക് കോഴ്സാണ് എടുത്തത്. അതെടുത്തിട്ടാണ് വരുന്നത്. മാഷാ അല്ലാ. എൻ്റെ റബ്ബേ, എനിക്ക് പൂതിയാണ് അങ്ങനത്തെ കുട്ടികളെ കാണുന്നത്. എന്തോ ഉമ്മക്ക് എന്താ വേറെ മക്കൾ ഉണ്ടെങ്കിൽ കെട്ടിക്കാനായിരുന്നോ? എൻ്റെ പൊന്നാര കുട്ടി, അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു പൂതിയാണേ, എന്താ അറിയില്ല, എനിക്ക് വല്ലാത്തൊരു തൃപ്തിയാണ് അങ്ങനത്തെ കുട്ടികളെ കാണുമ്പോൾ. മോനെ, എനിക്കും കാണാൻ പൂതിയുണ്ട്. ഞാനും ഒന്നുണ്ട് വന്നാലോ? ഉമ്മ, അതിനെന്താ, ഞാനും വരാം കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലേക്ക് എപ്പോഴാ? ഉമ്മ, ഞാൻ പറയട്ടോ. എന്നാൽ അപ്പോൾ തന്നെ അതാ ഉസ്താദിനെ വിളിക്കുന്നു. ഹലോ ഉസ്താദേ, എപ്പോഴാ ഇറങ്ങാ ചോദിക്കുന്നുണ്ട്. ഉമ്മാക്ക് വല്ലാത്ത ആഗ്രഹം. അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ, അങ്ങനെ ഞാൻ ഇന്നലെ വാഫി ഉസ്താദിനോട് നിന്ന് വിളിച്ചു ചോദിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പോൾ തന്നെ അതാ ഉസ്താദ് വാഫി ഉസ്താദിനെ വിളിക്കുന്നു. ഹലോ, ഇറങ്ങിയോ? ഇല്ല, ഇറങ്ങാൻ വേണ്ടി നിൽക്കണ്. അവൾക്ക് കോളേജൊക്കെ പൂട്ടി വന്നപ്പോഴേ സാധാരണ ഉമ്മമാരടുത്ത് ഉപ്പമാരടുത്തൊക്കെ പോയി നിൽക്കേണ്ടതല്ലേ. പക്ഷേ എൻ്റെ കുട്ടിക്ക് ഉമ്മയും ബാപ്പയൊന്നും ഇല്ലല്ലോ, ഞാൻ തന്നെയല്ലേ ഓൾക്കുള്ളത്. ഓള് കോളേജിലും ഞാനിവിടെ പള്ളിയും തെറിച്ചുപോയിട്ട് ഇങ്ങനെയല്ലേ. അപ്പോൾ ഓൾക്കോട് ഞാനിങ്ങനെ ഐഷുമ്മയുടെ കഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നേ. അപ്പോൾ ഓളിപ്പോൾ എൻ്റെ പള്ളിയിൽ ആ റൂമിൽ ഉണ്ട്. അന്ന് സൗദ താമസിച്ചില്ലേ, ആ റൂം ഓൾക്ക് ഞാൻ കൊടുത്തത്. അത് ശരി, അങ്ങനെ ഒരു റൂമൊക്കെ ഉണ്ടല്ലേ? ആ റൂമിലാണല്ലേ? അതെ. അതിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചത്. അതെ, അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കേരളത്തിൽ ആയുഷ്മാൻ്റെ വീട്ടിലൊക്കെ ഒന്ന്, പുത്തൻ വീട് തറവാട്ടൊക്കെ ഒന്ന് കാണാൻ പോയി വരാം. ശരിക്കും കണ്ടാൽ നമുക്ക് അവിടെ തന്നെ നിൽക്കാൻ പറ്റും. അങ്ങനെ അവിടെ തോന്നുന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്കും വല്ലാത്ത ആഗ്രഹം. അതുകൊണ്ടായിരുന്നു. ആയിക്കോട്ടെ, മാഷാ അല്ലാ. അപ്പോൾ എന്താ വിളിച്ചതെന്ന് വെച്ചാൽ, ഷാമോനെ, ഷമ്മാസ് ഉണ്ടല്ലോ, ഷാമോനെ, അവരെ ഉമ്മ കൊണ്ടുവരാൻ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ടെന്ന്. ഇവിടേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരട്ടെ, കൊണ്ടുവരാനെന്നാണ് ചോദിക്കണത്. ശരിക്കും അത് കേട്ടപ്പോൾ വാഫി ഉസ്താദിന് ഒത്തിരി സന്തോഷമായി. മാഷാ അല്ലാ, ഞാൻ പറയാട്ടോ, ഞങ്ങൾ ഇന്ന് ഇഷാന് ശേഷം ഇവിടുന്ന് കയറും. എന്നിട്ട് ഇൻഷാ അല്ലാ സുബഹി ഒക്കെ ആകുമ്പോഴേക്കും, സുബഹിൻ്റെ മുമ്പായിട്ട് അവിടെ എത്തുമായിരിക്കും. എന്നാൽ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ആയിക്കോട്ടെ. ഇൻഷാ അല്ലാ. എന്നാൽ ഈ സമയം വാഫി ഉസ്താദ് അതാ പെങ്ങളോട് പറയുന്നു. മിസിരി, എന്തിക്ക? പിന്നെ നമ്മളെ സ്വീകരിക്കാനേ പുത്തൻവീട് തറവാട്ടത്ത് ഉമ്മ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ. അപ്പോൾ അവരെ കാണാൻ പറ്റുമോ? അതിനെന്താ, അവർ വരികയൊക്കെ ചെയ്യും പുറത്തേക്ക്.
പുറത്തേക്ക് വരുന്നതിനെന്താ മിസ്രി, ഇൻഷാ അല്ലാ അവിടെ എത്തിക്കഴിഞ്ഞാൽ മോളെ നല്ല രസമാണ്, നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നൂല. തൽക്കാലം ഞാൻ ഇവിടെ കുറച്ച് ദിവസം ലീവ് പറഞ്ഞ് ആരെയും ഏൽപ്പിച്ചിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ മിസ്രി മാത്രം അവിടെ നിൽക്കേണ്ടി വരും. ഇൻഷാ അല്ലാ നോക്കട്ടെ, അവിടെ എവിടെയെങ്കിലും ഒരു കോളേജിൽ പഠിപ്പിക്കാനും കയറണം. ഇങ്ങനെ ഇസ്ലാമിക് സ്റ്റഡി ഉള്ള കോളേജിൽ ഡിഗ്രിയും അതിൻ്റെ കൂടെയുള്ള മോറൽസ് ഇസ്ലാമിക് മോറൽസ് ഒക്കെ ഉണ്ടാവൂലേ, അവിടെയൊക്കെ ഒന്ന് പഠിപ്പിക്കാനും കയറാൻ പറ്റുമോ നോക്കണം. ആഹാ, എൻ്റെ പെണ്ണിൻ്റെ ടീച്ചറായല്ലേ. അറബിയും എല്ലാ വിഷയങ്ങളും ഞാൻ പഠിപ്പിക്കും. പിന്നെ ഇങ്ങനെയുള്ള ഇസ്ലാമിക് സ്റ്റഡീസൊക്കെ അത് ഞാൻ പഠിപ്പിക്കും. പറ്റുന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും കയറാനും നോക്കണം. കേരളത്തിലാണ് എനിക്കൊന്നും കൂടെ താല്പര്യം, ഇവിടെ അത്ര ഇല്ല എന്നല്ല, പക്ഷേ എൻ്റെ മിസ്രി പെണ്ണേ. പിന്നെ എന്തൊക്കെ തന്നെയല്ലേ, ഹിജാബ് പൊക്കി പോകരുത് കേട്ടോ എൻ്റെ പെണ്ണ്. എൻ്റെ പെണ്ണിനെ കണ്ടാലേ ആരെങ്കിലും കണ്ട് കൊത്തി കൊണ്ടുപോകും. എൻ്റെ ഇക്ക നിങ്ങളിങ്ങനെ കളിയായിക്കോളിട്ടോ, ഞാൻ അത്രക്കൊന്നും സൗന്ദര്യമൊന്നുമില്ല. സൗന്ദര്യമൊക്കെ ഇക്കാക്കല്ലേ പഠിച്ചോന്ന് തന്നിക്കണ യൂസുഫ് നബിൻ്റെ സൗന്ദര്യം. എൻ്റെ പെണ്ണേ നീ എന്നെ കളിയാക്കല്ലേ. പിന്നെ എൻ്റെ മിസ്രിയാ, എനിക്ക് നിന്നോട് പറയാനുള്ളത്, എന്തായാലും ഇൻഷാ അല്ലാ ജോലിയൊക്കെ കിട്ടിയിട്ട് അവിടെയൊക്കെ സെറ്റിൽഡായിട്ട് നമുക്ക് ഒന്ന് നോക്കണ്ടേ ഒരു പുതിയാപ്പിള ചെക്കനെ. എൻ്റെ പൊന്നിക്ക ഒന്ന് ജോലിക്കൊന്ന് കയറട്ടെ, ഇപ്പോൾ പഠനം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ, ഒന്ന് ജോലിയിൽ പ്രവേശിച്ചിട്ട് കുറച്ച് സാലറിയൊക്കെ വാങ്ങിയിട്ട് എൻ്റെ പൊന്നിക്കാക്ക് കുറച്ച് തന്നിട്ട് അങ്ങനെയൊക്കെ അല്ലേ വേണ്ടത്. എന്നെ ഇത്രയും നോക്കിയതല്ലേ, എനിക്ക് വേണ്ടിയുള്ള പഠന ചെലവുകളും കാര്യങ്ങളൊക്കെ എൻ്റെയൊക്കെ നോക്കിയതല്ലേ, അപ്പോൾ എനിക്കതൊക്കെ തിരിച്ചു തരണ്ടേ. എൻ്റെ പെണ്ണെ, തിരിച്ചു തരാനാണോ ഞാൻ നിന്നെ പഠിപ്പിച്ചത്? നീ എൻ്റെ പെങ്ങളല്ലേ, അതെൻ്റെ കടമയല്ലേ പെണ്ണെ. ആണ്, പക്ഷേ എങ്കിലും എൻ്റെ ഇക്കാക്കും വേണ്ടേ ഒരു പെണ്ണ്, അതും കൂടെ പറ. അങ്ങനെയൊന്നുമില്ല, എൻ്റെത് പെണ്ണ് കുറച്ചും കൂടെ കഴിയട്ടെ, എന്താ ഇപ്പം തന്നെ പെണ്ണിട്ടിട്ട്. എന്നാലേ എനിക്കും അങ്ങനെ തന്നെ മതി കേട്ടോ. ആയിക്കോട്ടെ. അല്ല സാധനങ്ങളൊക്കെ സെറ്റാക്കിയോ? അല്ല പെണ്ണേ, ഇത്രയധികം ലഗേജ് നീ കൊണ്ടുവന്നിരുന്നോ? ഇതൊക്കെ എൻ്റെ ഡ്രസ്സ് തന്നെയല്ലേ മുഴുവൻ. അല്ല പോകുമ്പോഴും ഇത്ര വേണോ? നോക്കട്ടെ, അവിടെ ജോലി എന്തെങ്കിലും സെറ്റാവുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും കോളേജിൽ കയറാലോ. ഓ അങ്ങനെ, അപ്പോൾ അങ്ങനെയാണല്ലേ. അപ്പോൾ ഇക്കാനെ വിട്ട് നീ പോവാണ്. ഇക്കാ നിങ്ങൾക്കും കേരളത്തിലേക്ക് വന്നൂടെ, എന്തിനാ ഇവിടെ അങ്ങ് നിൽക്കുന്നത്? അങ്ങനെയല്ല പെണ്ണേ, ഇവിടുത്തെ ഒരുപാട് ആളുകളുണ്ട്, അവരെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചുണ്ടാക്കണം. നമ്മൾ കേരളത്തിൽ വെച്ച് ഓൾറെഡി മദ്രസ പള്ളി അതൊക്കെ സെറ്റാണ്. ഇവിടെ പല ഭാഗങ്ങളിലും പള്ളി പോലും ഇല്ല. ഇവിടെ പല കുട്ടികളും മദ്രസ പഠിക്കുന്നില്ല. ഖുർആൻ, ഇസ്ലാം അതൊന്നും അറിയാത്ത ഒരുപാട് ഏരിയകളുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തു കൂടെയൊക്കെ ഒന്ന് കടന്നു ചെന്നിട്ട് കുറച്ചൊക്കെ ഒരു ദീനി പ്രബോധനം നടത്തണ്ടേ, എങ്കിലല്ലേ പെണ്ണെ നമ്മൾ പഠിച്ചതിനൊക്കെ ഒരു കാര്യം ഉണ്ടാവുള്ളൂ. ഇക്ക പറഞ്ഞു ശരിയാ, അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്താൽ മതി എന്നാണോ എൻ്റെ ഇക്ക പറയണത്? അങ്ങനെയല്ല, എൻ്റെ പെണ്ണ് കേരളത്തിൽ പോയിക്കോ, അതായിരിക്കും നല്ലത്, ഇവിടെ വേണ്ട. അതെന്താ ഇക്ക? ഒന്നുമില്ല പെണ്ണെ, എൻ്റെ പെണ്ണ് ഹിജാബൊക്കെ ധരിച്ചുകൊണ്ട് ഒരു പക്ഷേ രാത്രികാലങ്ങളിലൊക്കെ ഇതിലേക്ക് ചുറ്റിക്കറങ്ങിയൊക്കെ വരേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ആളുകൾ എൻ്റെ പെണ്ണിനെ പിച്ച് ചീന്തൂലേ. എൻ്റെ മിസ്സിയെ പെണ്ണിൻ്റെ മുഖം, ഈ മനോഹരമായ മുഖം എനിക്ക് വികൃതമായി കാണുന്നത് ഇഷ്ടമല്ല പൊന്നെ. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അതൊരിക്കലും ഇഷ്ടമുണ്ടാവില്ല. എൻ്റെ പൊന്നും മോളെ ഞാൻ സംരക്ഷിക്കണ്ടേ. ഇൻഷാ അല്ലാ അവിടെ എവിടെയെങ്കിലും കോളേജും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അതിനനുസരിച്ച് നിന്നെ നോക്കാം. അങ്ങനെ അവർ യാത്രയാവുകയാണ്. ആ കൊച്ചു പള്ളിയിൽ നിന്നും അവൾ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോന്നു. പകരം ആ പള്ളിയിൽ ഒരു ഉസ്താദിനെയാക്കി. അങ്ങനെ വാഫി ഉസ്താദും പെങ്ങൾ മിസ്രിയെയും അവിടെ നിന്ന് ഇറങ്ങി. ഇക്ക എപ്പോഴാണ് ഇക്ക ട്രെയിന്? 10 മണിക്കാണ്. ഓക്കെ. അങ്ങനെ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. പെണ്ണ്, എന്ത് നിനക്ക് വിശക്കുന്നതിന് എന്താ വേണ്ടത്? ഒന്നും വേണ്ടക്കാ, ഫുഡൊക്കെ കഴിച്ചില്ലേ നമ്മൾ? എന്തെങ്കിലും വേണ്ട, ഇന്ന് ട്രെയിനിൽ ഇരുന്ന് ഒന്ന് മയങ്ങുമ്പോഴേക്കും അവിടെ എത്തും. റിസർവ് ചെയ്യാൻ കിട്ടിയില്ല പെണ്ണെ, ലോക്കലിൽ കയറേണ്ടി വരും. നിന്നെ കൊണ്ട് ലോക്കലിൽ കയറാൻ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. എൻ്റെ പൊന്നിക്ക, അതിനെന്താ ലോക്കലിൽ കയറി വിചാരിച്ചിട്ട്? അതൊന്നും പ്രശ്നമൊന്നുമില്ല, ഞാൻ അത്രയ്ക്കും സേഫ്റ്റി ആയിട്ട് തന്നെയല്ലേ. ശരിയാണ്, എന്നാലും പെണ്ണെ എനിക്ക് നിൻ്റെ ശരീരത്തിൽ ആരെങ്കിലും മുട്ടോ തട്ടോ എന്നൊക്കെയുള്ള പേടിയാണ്. സത്യമായിട്ടുണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് നിന്നെ കൊണ്ട് ട്രെയിനിൽ കയറുന്നത്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുതിച്ചു പാഞ്ഞുകൊണ്ട് ട്രെയിൻ വരുന്നു. ട്രെയിൻ നിർത്തി. പഠിച്ചോനെ നല്ല തിരക്കാണല്ലോ, എല്ലാ ബോഗിയും ഫുള്ളാണല്ലോ. മിസ്രി ഇങ്ങോട്ട് വാ. വാഫി ഉസ്താദ് അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. എങ്ങനെയൊക്കെയോ ഒരു ബോഗിയിൽ കയറി പറ്റാൻ ശ്രമിക്കുമ്പോൾ അവൻ പറഞ്ഞു,
നമുക്ക് അടുത്ത വണ്ടിക്ക് പോവാടേ, ഇതിന് പോകണ്ട, നല്ല തിരക്കാ. എൻ്റെ ഇക്ക പിന്നെ എപ്പോഴായിരിക്കും? പിന്നെ 2 മണിയൊക്കെ, അതുവരെ ഇവിടെ നിർത്താൻ, തൽക്കാലം വാ കയറുക. ബിസ്മില്ലാഹി സുബ്ഹാനല്ലദി സഖറന എന്ന് ചൊല്ലിക്കൊണ്ട് അതാ വാഫി ഉസ്താദ് പെങ്ങളുടെ കൈ പിടിച്ച് അതാ ആ ഒരു ട്രെയിനിലേക്ക് കയറി. ആ ട്രെയിനിൽ നല്ല തിക്കും തിരക്കുമായിരുന്നു. വാഫി ഉസ്താദിന് ആകപ്പാ ടെൻഷനായി. പഠിച്ചോനെ, എൻ്റെ പെണ്ണിൻ്റെ ശരീരത്തിൽ ആരെങ്കിലും തട്ടുമോ മുട്ടുമോ? പ്രത്യേകിച്ച് ട്രെയിൻ എന്ന് പറയുമ്പോൾ ഒന്നും മടിയില്ലാത്ത ആൾക്കാരായിരിക്കും. പല ഇതും വെള്ളമടിച്ചുകൊണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇതിപ്പോൾ ആകപ്പാടെ ശരിക്കും ആ ബാത്റൂമിൻ്റെ ഭാഗത്തുള്ള ആ ഒരു സ്പേസിൽ എങ്ങനെയൊക്കെയോ ഒരു കാല് വെച്ച് അവർക്ക് സ്പേസ് കിട്ടി. ഇന്നെന്ത് ഇത്ര തിരക്ക്? ഇക്ക മോളെ പേടിക്കണ്ട. എന്നാൽ വാഫി ഉസ്താദ് അതാ അവളുടെ ശരീരത്തിൽ ആരെയും തട്ടാത്ത രീതിയിൽ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചു. മറുഭാഗത്ത് ബാഗും. എന്നാൽ അതിലൊരുത്തം പറഞ്ഞു, ഏതോ സുന്ദരി പെണ്ണാണെന്ന് തോന്നുന്നു ചാക്കിനുള്ളിൽ, അല്ലാതെ ഇങ്ങനെ മൂടി പൊതിച്ച് കൊണ്ടുപോകില്ല. ഓൻ്റെയൊക്കെ ഒരു ഭാഗ്യം. ആരോ പറയുന്നേ കേട്ട് വാഫി ഉസ്താദ് ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. എന്നാൽ അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് അടിയിലേക്ക് കൂളിയിട്ടിരുന്നു. ശരിക്കും ഒരു പെണ്ണിനെ കാണുമ്പോൾ പല ആളുകൾക്കും പല രീതിയിൽ ഓരോന്ന് തോന്നാൻ തുടങ്ങി. പക്ഷേ ഹിജാബ് ധരിച്ചിട്ടുണ്ട്, ഒരു അംശം പോലും അവളുടെ സ്കിന്ന് കാണുന്നില്ല. എങ്കിലും പലരും പലതും പറയുന്നു, പല കമൻറ്റുകൾ. എന്തായിരിക്കടാ അതിൻ്റെ ഉള്ളിൽ? നല്ല മരതക കല്ലായിരിക്കും. കണ്ടാൽ തന്നെ അറിയാം, വെറുതെ അല്ല മൂടി പുതച്ച് കൊണ്ട് നടക്കുന്നത്. ശരിക്കും വാഫി ഉസ്താദിന് വല്ലാത്തൊരു ടെൻഷൻ തോന്നി. മിസ്രി, ഇക്ക അതൊന്നും മൈൻഡ് ചെയ്യണ്ട, അങ്ങനെ പലതും പറയും. എന്നാൽ അതാ അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോൾ ഒരാൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. 5 ആണുങ്ങൾക്കിടയിൽ അവിടെ നിന്ന് ഒരു പെണ്ണ് എഴുന്നേറ്റ് പോയപ്പോൾ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ആള് അതാ അവളെ, കുട്ടി ഇങ്ങോട്ട് പോരൂ, ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അവളെ അവിടെ ഇരിക്കുവാൻ വേണ്ടി വിളിച്ചു. അത് 2 തടിയന്മാരായ 2 ആണുങ്ങൾക്കിടയിൽ എൻ്റെ മിസ്സിരി ഇരിക്കുന്നത്. അത് അവൻക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അവൻ ചെയ്ത പണി കണ്ടോ? അവൻ പെട്ടെന്ന് തന്നെ അതാ വാഫി ഉസ്താദ് ആ ഒരു സീറ്റിലേക്ക് ഇരുന്നു. ശരിക്കും എല്ലാവരും എന്താടോ ആ പെണ്ണിനെ ഇരുത്തടോ, പെണ്ണിനെ ഇരുത്തേണ്ടത് നീയാണോ കയറി ഇരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ പല സംസാരങ്ങളും. എന്നാൽ അവൻ ചെയ്തത് മറ്റൊന്നുമല്ലായിരുന്നു. തൻ്റെ മിസ്രിയെ അവൻ്റെ മടിയിലേക്ക് ഇരുത്തി. തൻ്റെ കൊച്ചു പെങ്ങളുട്ടിയെപ്പോലെ അവൾ ആ മടിയിലിരുന്നു. അവൾ മടിച്ചെങ്കിലും പിന്നീട് ഇരിക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. അവിടെ ഇരിക്കുക, അല്ലാതെ നിൻ്റെ കാല് കടയും. എന്നാൽ അത് കണ്ട് എല്ലാവരും നോക്കി, എന്തൊരു സ്നേഹം, ഇങ്ങനെയുണ്ടോ ആൾക്കാർ? ഭാര്യമാരായാലും ഇങ്ങനെ കൊണ്ട് നടക്കണം എന്നുള്ള രീതിയിൽ പലരുടെയും കമൻസ്. എന്നാൽ ഒരിക്കൽ പോലും ആരും അറിയുന്നില്ല അത് തൻ്റെ പെങ്ങളാണെന്ന്. എന്നാൽ മിസ്രിയെ വാഫി ഉസ്താദ് ചേർത്ത് പിടിച്ചു. അത് അവളുടെ ശരീരത്തിൽ ഒരാളുടെ കൈകാലുകളും തട്ടരുത് എന്നുറപ്പുണ്ടായിരുന്നു അവന്. കാരണം അത്രയ്ക്കും സുരക്ഷിതമായി കൊണ്ടു നടന്നതാണ് എൻ്റെ ഉപ്പയും ഉമ്മയും ഇവളെ. പിന്നീട് കോളേജിൽ ചേർത്തതും ഇതുവരേക്കും വളരെയധികം റാഹത്തോടു കൂടിയുള്ള ജീവിതമാണ് എൻ്റെ കുട്ടി നയിച്ചത്. അതുകൊണ്ട് അവളെ ഒരാളുടെ കൈകളെ ഏൽപ്പിക്കുന്നവരെ അവളുടെ ശരീരത്തിലേക്ക്, അല്ലെങ്കിൽ അവൾ ഒരു തെറ്റും ചെയ്യരുത്, അവൾക്ക് ഒരു ദ്രോഹവും ആരുത്തുനിന്നും ഉണ്ടാവരുത് എന്നത് വാഫി ഉസ്താദിനും ഒരു വാശിയുണ്ടായിരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അരുവിലെ സീറ്റിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റു. അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോൾ അല്പം ആശ്വാസം തോന്നി. എന്നാൽ അപ്പോൾ തന്നെ വാഫി ഉസ്താദ് ആ ഭാഗത്തേക്കിരുന്ന് മിസിരിയെ മടിയിൽ വെച്ച് കൊണ്ട്, ഇക്ക ഞാൻ അവിടെ ഇരുന്നോളാം. എന്നാൽ അല്പം ഒരു സ്പേസ് കിട്ടിയപ്പോൾ അവളെ അവിടെ അരുകിലിരുത്തി. അല്ലാ, ഇപ്പോഴാണ് സമാധാനമായത്, അൽഹംദുലില്ലാ. കാരണം മറ്റൊന്നുമല്ല, ആ ട്രെയിനിൽ ആ തിരക്കിനിടയിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ തന്നെയും പല തട്ടലുകളും മുട്ടലുകളും പിടുത്തവും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ പെങ്ങളെ സേഫ്റ്റി ആക്കിയില്ലെങ്കിൽ ഞാനൊരു ആങ്ങളെയാണോ എന്നുള്ള ചിന്താഗതിയായിരുന്നു അവന്. ഇപ്പോഴാണ് അവൻ സമാധാനത്തോടു കൂടി ഒന്ന് ഇരുന്നത്. ഇക്ക ഒന്ന് ഉറങ്ങിക്കോളി, ഇനിയിപ്പോൾ ഇങ്ങനെ ഒന്നുകൊണ്ടിരിക്കണ്ട, ഞാനിവിടെ അരികിലല്ലേ. പെങ്ങളുടെ ആ ഒരു വാക്ക്, എൻ്റെ കുട്ടി ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ കാവലിരുന്നോളാം, ഇക്കാൻ്റെ മടിയിൽ കിടന്നുറങ്ങിക്കോ. സ്നേഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ആങ്ങള അത് പറയുമ്പോൾ ഒരു നിമിഷം അവൾ വിചാരിച്ചു, റബ്ബേ എന്നെ എത്രമാത്രം സേഫ്റ്റി ആയിട്ടാണ് എൻ്റെ ഇക്കാക്ക നോക്കുന്നത്. അല്ലാ റബ്ബേ, പഠിച്ചോനെ ദീർഘായുസ്സും ആഫിയത്തും നീ പ്രദാനം ചെയ്യ് റഹ്മാനെ. എന്നാൽ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ അവർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുവാനുള്ള 2 സ്റ്റോപ്പ് മുമ്പേ എത്തി. ചായേ കാപ്പേ വടേ 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 ബിരിയാണി എന്ന് പറഞ്ഞുകൊണ്ട് പല പല ശബ്ദങ്ങളും കേൾക്കുന്നു. വാഫി ഉസ്താദ് ഞെട്ടി ഉണർന്നു. അല്ലാ, ഒരു നിമിഷം
അതെ, അവനക്ക് ടെൻഷനായിരുന്നു തൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന്. അവൾ നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങിക്കോട്ടെ. സുബഹിന് ഇനിയുമുണ്ട് ഒരു 1.5 മണിക്കൂർ കൊടുക്കുവാൻ വേണ്ടി. അതിനു മുമ്പ് 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ വണ്ടി എത്തും. ഏതായാലും സുബഹി ബാങ്കിന് അവിടെ ഇവിടെയുള്ള പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പോകാം. അങ്ങനെ അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ അവർ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തുവാനായി നിൽക്കുന്നു. മിസ്രി 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 പെണ്ണേ. ആ ഇക്ക. അപ്പോഴേക്കും അവളുടെ ഹിജാബ് അഴിഞ്ഞ് വീണിരുന്നു. എന്നാൽ ആ നിമിഷം തന്നെ അതാ അവൻ്റെ കൈകൾ കൊണ്ട് മിസ്രിയുടെ മുഖം പൊത്തിപ്പിടിച്ചു. ഇക്ക, എൻ്റെ നിക്കാബ്. ഇത് ഞാൻ എടുത്തു തരാം. അവൻ തന്നെ അത് കെട്ടിക്കൊടുത്തു. ഓക്കെ അല്ലേ? ഇക്ക. എന്നാ അടുത്ത സ്റ്റോപ്പ് ഇട്ടോ, വണ്ടി നിൽക്കുകയാണ്, എഴുന്നേൽക്ക്, ലഗേജ് എടുക്കട്ടെ. അങ്ങനെ അതാ അവർ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. സുബഹി ബാങ്ക് കൊടുത്തിട്ടില്ല. എന്നാൽ മിസ്രിയോട് പറഞ്ഞു, അതെ, പുത്തൻവീട് തറവാട്ടിലെ ഐഷുമ്മയും ഒക്കെ ഉണ്ടാവും കേട്ടോ. എന്തൊക്കെ തന്നെയാലും മോളെ കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാ പറഞ്ഞത്. എന്നാൽ ഈ സമയം അതാ ഷാമോന്, ഉമ്മ ഇറങ്ങിയാലോ മോനെ, സുബഹി വൈക്ക് നിസ്കരിക്കല്ലേ? അതെ ഉമ്മ, ഇനിയിപ്പോൾ അവർ ലേറ്റ് ആക്കണ്ട. അങ്ങനെ അവർ ഇറങ്ങി. അതാ നമ്മുടെ സമീറയുടെ ഉസ്താദും നമ്മുടെ ഷമ്മാസും ഐഷുമ്മയും അവിടെ നിന്ന് ഇറങ്ങി. കൂടെ നമ്മുടെ നവാസിൻ്റെ കുഞ്ഞുമുണ്ടായിരുന്നു. അങ്ങനെ അതാ അവർ നേരെ പോകുന്നു. വഴിയിൽ വെച്ച് സുബഹി ബാങ്ക് കൊടുത്തു. അവിടെ ഇറങ്ങി അവർ സുബഹി നമസ്കരിച്ചു. നേരെ റെയിൽവേ സ്റ്റേഷനിലെ അടുത്തേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഫൈസി ഉസ്താദ് വിളിച്ചു, ഹലോ, ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ തൊട്ടടുത്ത് ഒരു പള്ളി ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ ഭാഗത്ത്, ആ വലത് ഭാഗത്തൂടെ പോകണം. എങ്കിലും സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുള്ള പള്ളി കാണുള്ളൂ. ഓക്കെ. അപ്പോൾ ഇറങ്ങിയില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാൽ അത് കേട്ടപ്പോൾ ഐഷുമ്മയുടെ മനസ്സിൽ മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഒരു കുഴപ്പമില്ലാതെ കുട്ടികൾ എത്തിയല്ലോ. പാവാണ്, ഉമ്മയും ബാപ്പയും ഇല്ലാത്ത മക്കളാണ്. ഏതായാലും പഠിച്ചവനെ തുണ ഏകണേ അല്ലാ, ഐഷുമ്മ ദുആ ചെയ്തു. അങ്ങനെ അതാ അവർ പള്ളിയിൽ നിന്ന് നമസ്കരിച്ച് നേരെ അങ്ങോട്ടെത്തി. അവരെ കണ്ടുമുട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഈ സമയം പള്ളിയിൽ പോയി നമസ്കാരമെല്ലാം കഴിഞ്ഞ് വാഫി ഉസ്താദും പെങ്ങൾ മിസ്രിയയും ഇറങ്ങിയിരുന്നു. ഐഷുമ്മയെ ഒരു നോക്ക് കാണുവാൻ മിസ്രിയുടെ ഹൃദയം വല്ലാതെ തുടിച്ചു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സങ്കടകരമായ ഒരു വാർത്ത. അപ്പോൾ നമ്മൾ ദിവസം പറയുമ്പോൾ ഓരോ അപകട മരണങ്ങളെ തൊട്ടിങ്ങനെ കേൾക്കുകയാണല്ലോ. ഇപ്പോൾ ഞങ്ങളെ നാട്ടിൽ തന്നെ പുതുപ്പറമ്പിൽ പുഴയിൽ 2 മക്കൾ മുങ്ങി ആകെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രീതിയിലായിരുന്നു അത്ര അവരുടെ ആ കുഞ്ഞുങ്ങൾ കിടന്നിരുന്നത്. 2 പേരെയും വെള്ളത്തിന് ഒഴുക്കിൽപ്പെട്ടതാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഒന്ന്. പിന്നെ ഒന്ന് കുറച്ചുകൂടെ അതിനേക്കാളും വലുപ്പമുള്ള 2 മക്കൾ. അവർ ആ മയ്യത്ത് തിരയാൻ വേണ്ടി നിന്നപ്പോൾ റബ്ബേ പഠിച്ചവനെ, അവർ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രീതിയിൽ വെള്ളത്തിൽ താന്ന് കിടക്കുകയെന്ന് പറഞ്ഞു. അതിൽ ഒരു കുട്ടി അപ്പോഴന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ CPR ഒക്കെ കൊടുത്തപ്പോൾ തന്നെ മരണപ്പെട്ടു. നമ്മുടെ പള്ളിയിൽ മറവ് ചെയ്തു ഇന്ന് ആ കുഞ്ഞിനെ. ഇപ്പോഴിതാ മറ്റേ കുട്ടിയെക്കുറിച്ച് പറയുന്ന മറ്റേ കുട്ടി റബ്ബേ വളരെയധികം ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയാണ് വേണ്ടത്. അതീവ ഗുരുതരം എന്ന് വെച്ചാൽ അത്യാസന്ന നിലയിൽ കുറച്ച് സീരിയസ് ആണെന്നാണ് പറഞ്ഞത് മറ്റേ കുട്ടിക്ക്. അല്ലാഹുവേ റഹ്മാനെ, ജീവിതമാണ് ഹൈറെങ്കിൽ ആ കുട്ടിക്ക് നീ ജീവിതം കൊടുക്ക് റഹ്മാനെ, അമീൻ. അല്ലാഹുവേ, നമ്മുടെ പ്രാർത്ഥന മാത്രമാണ് പഠിച്ചവനെ. കുഞ്ഞു പൈതങ്ങളാണ് റഹ്മാനെ. അല്ലാ, അവർക്ക് നീ ദീർഘായുസ് കൊടുക്ക് റഹ്മാനെ, എല്ലാം ഷിഫിയാക്കി കൊടുക്ക് റഹ്മാനെ. ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പഠിച്ചവനെ. ആ കുഞ്ഞിൻ്റെ ജീവനെങ്കിൽ നിന്ന് രക്ഷിക്ക് റഹ്മാനെ, അമീൻ. ഒരു പിഞ്ചു പൈതലിൽ നിന്ന് മറവ് ചെയ്തു. ഇനി മറ്റേതിനും കൂടെ ആ ഒരു അവസ്ഥ നീ വരുത്തല്ല അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കാന്നൊക്കെ പറഞ്ഞത് വല്ലാത്ത സഹിക്കാൻ കഴിയാത്ത സംഭവമാണ്. ആ കുട്ടിക്ക് 5 വയസ്സുള്ള കുട്ടിയായതുകൊണ്ട് ഇന്ന് മരണപ്പെട്ടത്. ചെറിയ മോനാണ്. ഇനിയിപ്പോൾ മറ്റേ കുട്ടിക്ക് റഹ്മാൻ അതിന് വേണ്ടി എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആ കുട്ടിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട കൂട്ടുകാർ, അതുപോലെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഗഫൂർ എന്ന പേരുള്ള ഒരാൾ തെങ്ങിൽ നിന്ന് വീണ് മരിച്ചല്ലോ. ഇന്നാണ് 7 കേട്ടോ. എല്ലാവരോടും ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ അവളുടെ അടുത്തേക്ക് പോയപ്പോൾ ഷമീന എന്നാണ് അവളുടെ അതിൻ്റെ വൈഫിൻ്റെ പേര്. പാവം പെണ്ണിങ്ങനെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സഫമോളെ താഴെയുള്ള കുട്ടിയാണ്. ആ കുട്ടിയുണ്ട്, ഗർഭിണിയാണ്, 2-3 മാസം ഗർഭിണിയാണ്.
പാവ ആ ഒരു അവസ്ഥയൊക്കെ അല്ലേ. അവൾ പറയണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണം, ഇവിടെ നിന്നിട്ട് എന്താ, എൻ്റെ കാക്കു എന്നെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ്, ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളിക്കുന്ന പോലെ തോന്നുകയാണ്. എന്തായാലും അവസ്ഥ, പഠിച്ചോൻ ക്ഷമ നൽകട്ടെ റബ്ബേ, ആമീൻ. പ്രായമായ മാതാപിതാക്കളാണ് സുഖമില്ലാത്ത, കല്യാണം കഴിക്കാത്ത പെങ്ങന്മാരുണ്ട്, പോരാത്തതിന് ചെറിയ മോളുണ്ട്, എത്തിയുമായ മോളുമായി ഗർഭിണിയായ പെണ്ണുമാണ്. ആ ഒരു വീടിൻ്റെ അത്താണിയായിരുന്നു അവന്, 38 വയസ്സുള്ള ഗഫൂർ എന്ന പേരുള്ള അവന്. അവൻ വീണ തെങ്ങ് ഞാൻ കണ്ടു. അത്യാവശ്യം ഹൈറ്റുള്ള പള്ളിൻ്റെ അടുത്തുള്ളൊരു തെങ്ങ്, ഒരു വളഞ്ഞ രീതിയിലുള്ളൊരു തെങ്ങാണ്. അപ്പോൾ ഈ നമ്മളെ വീട്ടിലൊക്കെ തേങ്ങ ഇടുന്ന സമയത്ത് തേങ്ങ മുറ്റത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരു കൈ കൊണ്ട് ആ തേങ്ങാക്കോല അങ്ങോട്ട് അപ്പുറത്തേക്ക് തള്ളും. ആ ഒരു തള്ളലിൽ അറിയാതെ പിടിവെട്ടി പോയതാണ്. അങ്ങനെ അവിടെ താഴെ നല്ല വെട്ടുകല്ലോ കരിങ്കല്ലോ എന്തൊക്കെയുണ്ട്, അതിലൊക്കെ മുഖവും തലയൊക്കെ വെച്ചടിച്ച് നെറ്റിയൊക്കെ ഉള്ളിലേക്ക് പോയ അവസ്ഥയിലായിരുന്നു. വയറിനുള്ളാകെ കലങ്ങിയിരുന്നു, തലൻ്റെ ഉള്ളാകെ കലങ്ങിയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെയായിരുന്നു. പഠിച്ചവനെ വല്ലാത്തൊരവസ്ഥ. എന്നിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്തു, അതാണ് സഹിക്കാൻ കഴിയാത്തത്. അപ്പോൾ ഇന്ന് 7 എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തിട്ടോ. കാരണം പഠിച്ചവനെ അവരുടെ ആ ഫാമിലീൻ്റെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.